പണ്ടെന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ചില നക്ഷത്രങ്ങളൊക്കെ തമ്മിൽ അങ്ങനെയാണ്, എങ്ങനെ നോക്കിയാലും ചേരില്ല. അങ്ങനെ വല്ലതും ആവും ചിലപ്പോ ഞങ്ങളുടെ കാര്യവും. ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവനും കൊടുക്കും. A piece of black forest. Thank you. താര ആ പറയാൻ മറന്നു, കൺഗ്രാചുലേഷൻസ്. എടുക്കൂ. എന്ത് കേക്ക്. ഇതിന്ന് ഞാൻ എന്തെടുക്കണ്ടേ? സോറി, ഉണ്ടായിരുന്നു. തറയില് വീണു പോയിന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. എനിവേ താങ്ക് യു. ഓ സോറി. പിന്നെയും പിന്നെ സോറി പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇത്രയ്ക്ക് സങ്കടമാണെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ട്രീറ്റ് തന്നേക്ക്. എങ്ങനെ? അല്ല, ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതാണല്ലോ. ഒരു ട്രീറ്റ് ആണോ? കിട്ടൂടാ. വേണോ? വേണം വേണം. ഓക്കെ. പൊട്ടൻ ലോട്ടറി അടിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ ആദ്യോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ തോന്നിയതാ, എന്താ എന്നോട് മാത്രം ഒരു മൗനവ്രതം? എന്നിട്ട് ഇന്നത് വളരെ കൂളായിട്ട് ബ്രേക്ക് ചെയ്തു. മൗനല്ലായിരുന്നു. പിന്നെ പെണ്ണൊന്നുമില്ല. എന്നാലും രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് കോമൺ ആയിട്ട് വിഷയം വേണ്ടേ? അതില്ലായിരുന്നോ നമുക്കിടയിലും? അങ്ങനെയല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് സംസാരിച്ചതോ? ഫുഡ് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് അല്ലേ എപ്പോഴും. ഓ, അപ്പൊ അതാണ്. എന്നാ ഞാനൊരു സത്യം പറയാം. വേറൊരു റീസൺ കൂടി ഉണ്ട് ഞാൻ വേണ്ടിയെന്ന്. എന്ത്? ഐ ലവ് എ ഗേൾ. എനിക്കത് തുറന്നു പറയണം. അതിനുവേണ്ടി തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തത്. ആരോട്? അറിയില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ? സൈലൻസ് കൊണ്ട് പറയാനായിരുന്നു വർഷങ്ങളായിട്ടുള്ള എന്റെ ശ്രമം. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകുന്ന അവൾക്കില്ല. ഇനി അടുത്ത വഴി നോക്കണം. ആരാന്ന് പറ. പേര് ഗായത്രി. എന്തായാലും ഇഷ്ടം എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ. അതിന് ലോകത്തിൽ ഇതുവരെയായിട്ടും ആരും യൂസ് ചെയ്യാത്ത ഒരു വഴി, ഐ മീൻ ഒരു രീതി വേണം. ഗേൾസിന്റെ ഒക്കെ സൈക്കോളജി വെച്ചിട്ട് ഒരു ന്യൂ വേ ഓഫ് പ്രപ്പോസിങ്. നമ്മുടെ ഓഫീസിലെ സെൻസ് ഉള്ളവരുടെ സെൻസസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗേൾസിൽ താര മാത്രമേ കാണൂ. അതുകൊണ്ട് താര ഒരു വഴി പറഞ്ഞു തരണം. അതല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ലേ ഈ മീറ്റിങ്ങിന്? ഇന്ന് വേണ്ട, നാളെ പറഞ്ഞു തന്നാ മതി. ഓക്കെ, ആലോചിച്ചിട്ട് നാളെ പറയാം. ഓക്കെ.